തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ഇന്ന് കൊട്ടിക്കലാശമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണിവരെയാണ് കൊട്ടിക്കലാശം ഉണ്ടാവുക. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾ നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ പിടിച്ചടക്കാനും നില മെച്ചപ്പെടുത്താനുമാണ് UDFന്റെയും BJPയുടെയും ശ്രമം. അർജുൻ കല്യാണും സജോ ദേവസയും തത്സമയം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ, വെരി ഗുഡ് മോർണിംഗ് സജോ. ഇന്ന് നമ്മൾ സമഗ്രമായി തന്നെ കൊട്ടിക്കലാശം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാടൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കൊട്ടിക്കലാശത്തോടുകൂടി നിയമസഭയുടെ ഒരു ചൂടൊന്നും ഒരുപക്ഷെ കാണാൻ സാധ്യതയില്ല. എങ്കിൽ പോലും തദ്ദേശീയമായി വലിയ രീതിയിൽ കൊട്ടിക്കലാശത്തിന് സമാനമായ രീതിയിലുള്ള പെരുക്കമുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ചില ജില്ലകളിൽ ഒരുമിച്ചുള്ള കൊട്ടിക്കലാശമുണ്ട്. എന്നാൽ മറ്റു പല ജില്ലകളിലും പല സ്ഥലങ്ങളിലായിട്ടാണ് പാർട്ടികൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. സജു, കൊച്ചിയിലും തീപാറുന്ന പോരാട്ടമാണ്. തിരുവനന്തപുരത്ത് അർജുൻ കല്യാട് എന്തായാലും പിടിച്ചെടുക്കുമെന്നാണ് BJP. പക്ഷെ അടുത്ത കാലത്ത് BJPയിലുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ BJPയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മറുഭാഗത്ത് UDFും കരുത്തറിയിക്കാൻ തിരുവനന്തപുരത്ത് ഇക്കുറി ശബരിനാഥന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഗ്ലാമർ പോരാട്ടമാണ് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിക്ക കോർപ്പറേഷനുകളിലേക്കും നടക്കുന്നത്. 2020 വിജയം ആവർത്തിക്കാൻ LDFും ആ വിജയം പ്രതിരോധിക്കാൻ UDFും പുതിയ സാന്നിധ്യമായി BJPയും ഒക്കെ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീപാറും പോരാട്ടമായിരിക്കും. ഇന്ന് കലാശക്കൊട്ടിലും ആ തീയുടെ ചൂടുണ്ടാകുമോ അർജുൻ? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. വലിയ ആവേശത്തിൽ തന്നെ ഇന്ന് കൊട്ടിക്കലാശം തലസ്ഥാന നഗരിയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നടക്കും എന്നുള്ളതാണ്. ഒരു നിയമസഭാ പോരാട്ടത്തിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൻ്റെ കൊട്ടിക്കലാശം എന്ന് തന്നെ വേണം നമുക്ക് ഇതിനെ പറയാൻ. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും അതിനു വേണ്ടിയിട്ടുള്ള അവസാന ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് ഓട്ടത്തിനിടയിലാണ്. സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ കളത്തിലുണ്ട്. എല്ലാ പ്രാദേശിക തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം എവിടെയുമില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോ സ്ഥലത്ത്, അതായത് ഓരോ ഭാഗങ്ങളിലാണ് ഓരോ മുന്നണികൾക്കും സ്ഥലം നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും എല്ലാം വളരെ ജാഗ്രതയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 7 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനം എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അവരിലെ 3 മുന്നണികളും വലിയ മത്സരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ ഈ വിജയം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി LDF ആദ്യഘട്ടം മുതൽ തന്നെ, കഴിഞ്ഞ തവണ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു മേയറായി വന്നത്, ഇന്ത്യയിൽ തന്നെ ഒരു പ്രായം കുറഞ്ഞ മേയറായി വന്നത് വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അതിന് സമാനമായ രീതിയിൽ തന്നെ വലിയ യുവാക്കളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അംഗമാണ് LDF നടത്തിയത്. എന്നാൽ മുന്നേ തന്നെ, അതായത് LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു വലിയ യുവനിരയാകെ രംഗത്തിറത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമായിരുന്നു കോൺഗ്രസ് നടത്തിയത്. BJPയും അത്തരത്തിൽ തന്നെ, അതായത് കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്നുള്ള കേരളത്തിലെ സാന്നിധ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുന്നതോടുകൂടി അറിയിക്കുക എന്നുള്ളതായിരിക്കണം BJP ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുണ്ട്. പോലീസിനോട് കൃത്യമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിശ്ചിത അളവിൽ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന വലിയ അനൗൺസ്മെൻറ്റുകൾ പാടില്ല, വലിയ DJയോ വലിയ ശബ്ദ കോലാഹലമോ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വലിയ ആഘോഷം, ഒരു നിയമസഭാ പോരാട്ടത്തിന്റെ സെമി ഫൈനൽ മത്സരത്തിന് എങ്ങനെയാണോ ആവേശമുണ്ടാവുക അതുപോലെ തന്നെയുള്ള ഒരു ക്ലാസിക്കൽ കൊട്ടിക്കലാശമാക്കി മാറ്റാൻ എല്ലാ മുന്നണികളും പരിശ്രമിക്കുന്നു. പ്രാദേശിക തലത്തിലായിരിക്കും കോട്ടകൾ ഇളകുമോ എന്നതാണ് ചോദ്യം. അപ്രതീക്ഷിതമായിരുന്നു UDFിനെ എറണാകുളം നഷ്ടപ്പെട്ടത്. അത് തിരിച്ചുപിടിക്കാൻ പരമാവധി UDF ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ ഒരുപാട് താരങ്ങളെ കളത്തിലിറത്തിയാണ്. പക്ഷേ അപ്പോഴും പാർട്ടിക്കുള്ളിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രതിരോധമാകുന്നുണ്ട്, ചെറിയ വെല്ലുവിളിയാകുന്നുണ്ട് പാർട്ടിക്ക്. പക്ഷേ UDF വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ UDFിൻ്റെ ഒരു കോട്ടയാണ്. കഴിഞ്ഞ തവണ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് നഷ്ടമാകുമ്പോഴും എറണാകുളം കോർപ്പറേഷൻ നഷ്ടമാകുമ്പോഴും ഒക്കെ UDFിനൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു. പക്ഷേ ആ നഷ്ടം ഇക്കുറി പകരം വീട്ടും എന്നാണ് UDF പറയുന്നത്. കോർപ്പറേഷനുകളിലെങ്കിലും വലിയ സജീവമായ ഒരു സാന്നിധ്യമുണ്ട്. മാത്രമല്ല സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പരമാവധി പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് UDFിന്റെ തീരുമാനം. അടുത്ത കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ പാർട്ടി അല്പം പ്രതിരോധത്തിലായെങ്കിലും ആ പ്രതിരോധത്തിൽ നിന്ന് തിരിച്ചുയരുകയാണ്. ഇന്ന് കൊട്ടിക്കലാശത്തിലും അതിന്റെ ചൂടും ആവേശവും ഒക്കെ ഉണ്ടാവില്ലേ സജോ? ഗുഡ് മോർണിംഗ്.
ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. മധ്യ കേരളം എന്നത് പൊതുവിൽ പരിശോധിക്കുകയാണെങ്കിൽ യുഡിഎഫിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ജില്ലകളാണ് എന്നത് എടുത്തു കാണണം. പ്രത്യേകിച്ച് എറണാകുളം എന്നത് അവർ തന്നെ കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള ജില്ല, യുഡിഎഫിന് ഏറ്റവും ശക്തിയുള്ള ജില്ല എന്ന് അവകാശപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ തിരിച്ചടി നേരിട്ടു. കൊച്ചി കോർപ്പറേഷൻ അടക്കം ഇടതുമുന്നണി പിടിച്ചു. അങ്ങനെ ഈ ഇടങ്ങളെല്ലാം തിരികെ പിടിക്കേണ്ടതുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പലവിധ കാരണങ്ങൾ കൊണ്ടാണ് മധ്യ കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമാകുന്നത്. ഒന്ന്, യുഡിഎഫിന് അവരുടെ കോട്ടകൾ തിരികെ പിടിക്കാൻ കഴിയുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രകടനം ഈ മധ്യ കേരളത്തിലുടനീളം തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങനെയാകും, അത് ഇടതു മുന്നണിക്ക് എന്ത് നേട്ടം കൊണ്ടുവരും എന്നത് മറ്റൊരു ചോദ്യം. മറ്റൊന്ന്, BJP കഴിഞ്ഞ കുറെ കാലമായി പയറ്റുന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് മധ്യ കേരളത്തിൽ എന്ത് റിസൾട്ട് ഉണ്ടാകും. ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് മധ്യ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും ശ്രദ്ധേയം കൊച്ചി കോർപ്പറേഷനിലെ പോരാട്ടമാണ്. കാരണം യുഡിഎഫിനെ സംബന്ധിച്ച് വലിയ ശക്തിയുള്ള സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ തിരിച്ചടി നേരിട്ടു. അത് തന്നെ പാളയത്തിലെ പടയാണ് കഴിഞ്ഞ തവണ തിരിച്ചടിയായത്. സ്വതന്ത്രരുടെ പിന്തുണയടക്കം LDFിന് വലിയ ഗുണമായി മാറി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇക്കുറിയും സമാനമായ രീതിയിൽ പാളയത്തിലെ പടയുണ്ട്. അത് വെല്ലുവിളിയാകില്ല എന്ന് UDF ഉറപ്പിച്ചു പറയുന്നു. വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുണ്ട്. കാരണം 4 ഡിവിഷനുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല. അങ്ങനെ വരുമ്പോൾ സഖ്യമാണ് UDF BJP സഖ്യം എന്ന് LDF ആരോപിക്കുന്നു. തിരിച്ചുള്ള പരാജയ ഭീതി എന്ന ആരോപണം കോൺഗ്രസും UDFും ഒക്കെ ഉന്നയിക്കുന്നു. അങ്ങനെ വാശിയേറിയ പോരാട്ടം എല്ലാ ഡിവിഷനുകളിലും നടക്കുന്നുണ്ട്. കാരണം ഈ സ്വതന്ത്രരുടെ സാന്നിധ്യം, മറ്റ് കൂട്ടായ്മകളുടെ സാന്നിധ്യം, ഇങ്ങനെ അധിക സ്ഥാനാർത്ഥികളുടെയൊക്കെ സാന്നിധ്യമുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം എറണാകുളം ജില്ലയിലെ കോട്ട നിലനിർത്തുക. കൊച്ചി കോർപ്പറേഷൻ മാത്രമല്ല 111 തദ്ദേശ സ്ഥാപനങ്ങൾ ആകെ എടുത്താൽ അവിടെ UDFിന് വലിയ ആധിപത്യം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അത് നിലനിർത്താൻ കഴിയുമോ എന്നടക്കമുള്ള ചോദ്യമുണ്ട്. കൊട്ടിക്കലാശമുണ്ട്. അത് പക്ഷേ കൂടുതൽ സ്ഥാനാർത്ഥികൾ പ്രിഫർ ചെയ്യുന്നത് വികേന്ദ്രീകൃത സ്വഭാവത്തിലാണ്. എന്നാൽ കേന്ദ്രീകരിച്ചുള്ള കുട്ടിക്കലാശവും ഉണ്ടാകും. ഡോക്ടർ, ഓക്കെ. അപ്പോൾ വലിയ പോരാണ് നടക്കാൻ പോകുന്നത്. ഈ പോരിൻ്റെ ഓരോ വിശദാംശങ്ങളും, ഓരോ ജില്ലയിൽ നിന്നുള്ള നീക്കങ്ങളും, ഓരോ തദ്ദേശ സ്ഥാപനത്തിലുള്ള നീക്കങ്ങളും വളരെ വേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും. സംഭവബഹുലമായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയം, അല്ലേ? സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സർക്കാർ പ്രതിരോധത്തിലാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്നു. തിരുവനന്തപുരത്ത് നടന്ന 3 ആത്മഹത്യ BJPയെ പ്രതിരോധത്തിലാക്കുന്നു. ഒപ്പം രാജീവ് ചന്ദ്രശേഖർ നേമത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞതോടുകൂടി പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കം രൂപപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിലും BJPയിലുമൊക്കെ ചെറിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. വിമതരുടെ ശല്യം എല്ലാ മുന്നണികളിലുമുണ്ട്. CPMനെതിരെ ചിലയിടങ്ങളിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം രാഷ്ട്രീയ വിഷയമാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരും തുടരുക.